മലപ്പുറത്തെ വഴിക്കടവ് മണിമൂളി മേഖലയിൽ കനത്ത മഴ പെയ്യുകയാണ്. കോഴിഫാമിൽ വെള്ളം കയറി 2000-ഓളം കോഴികൾ ചത്തു. പുഴ കുത്തിയൊഴുകി വരുന്നു എന്നതാണ് അവിടെ നിന്നുള്ള ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം. സമീപത്തെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കോഴിഫാമിൽ വെള്ളം കയറി കോഴികൾ ചത്തത് ഉൾപ്പെടെയുള്ള വിവരങ്ങളുടെ അപ്ഡേറ്റുമായി അരുൺ അമർനാഥാണ് ഇപ്പോൾ ചേരുന്നത്. അരുൺ, കോഴിഫാമിൽ വെള്ളം കയറി 2000-ഓളം കോഴികൾ ചത്തു. മനുഷ്യന് ഏതെങ്കിലും തരത്തിലുള്ള അപായമുണ്ടോ? ഇപ്പോഴത്തെ ആ പ്രദേശ സാഹചര്യം എന്താണ്? പ്രതീക്ഷ, നിലവിൽ മഴ ശമിച്ചിട്ടുണ്ട്. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ നിലമ്പൂരിന്റെ അതിർത്തി മേഖല കൂടിയായ വഴിക്കടവിലെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ഈ കനത്ത മഴ തുടർന്നാൽ പല തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായത്. അതായത് കലക്കൻ പുഴ കര കവിഞ്ഞൊഴുകുകയായിരുന്നു. ആ പ്രദേശത്തെ വീടുകളിലേക്കൊക്കെ വെള്ളം എത്തി. ഒപ്പം തന്നെ പല കൃഷിയിടങ്ങളിലേക്കും വെള്ളം കയറി. അവിടെയാണ് ഈ കരീം എന്ന് പറയുന്ന ഈ വഴിക്കടവ് സ്വദേശിയുടെ കോഴി ഫാമിലേക്ക് വെള്ളം കയറി 2000-ഓളം കോഴികൾ ചാകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇത്തരത്തിൽ കനത്ത മഴ 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സ്ഥിതിയായിരുന്നു. അവിടെ ആ മേഖലയിൽ ഇപ്പോൾ മഴ ശമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എങ്കിൽ പോലും നമുക്കറിയാം, ഈ മഴ ഒക്കെ കനക്കുമ്പോൾ മലയോര മേഖലയാണ്. നിലമ്പൂർ പോലുള്ള മലയോര മേഖലയിൽ മുൻകാല പശ്ചാത്തലമുണ്ട്. എപ്പോഴും ജാഗ്രത ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ്. അത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അപകട സാധ്യതകളുണ്ടോ? ഇപ്പോൾ ദുരന്ത സാധ്യതാ മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ള നടപടി ആവശ്യമില്ല എന്നുള്ളതാണ്. മഴ ശമിച്ചിട്ടുണ്ടെങ്കിലും ആ വെള്ളം കയറിയ മേഖലകളിലെ ആളുകളൊക്കെ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വീടുകളിലെ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ കോഴി ഫാമിൽ വെള്ളം കയറിയതാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ നഷ്ടമുണ്ടായതാണ് വലിയൊരു സംഭവമായി വന്നത്. അതല്ലാതെ ഇപ്പോൾ നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. കാരണം മഴ കുറഞ്ഞിട്ടുണ്ട്, മഴ പൂർണ്ണമായി ശമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ സംസ്ഥാന പാതയിൽ വെള്ളം കയറി ഗതാഗത തടസ്സമുണ്ടായി. ഒപ്പം തന്നെ പല മേഖലകളിലും ഇത്തരത്തിലൊരു വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഈ പുഴ കുത്തിയൊലിച്ച് ഈ മേഖലയിലേക്കൊക്കെ വരുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം. അത്തരത്തിൽ ഈ ഒരു 2 മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടമൊക്കെ ഇങ്ങനെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്കിലും ഇത്തരത്തിൽ 2 മണിക്കൂറോളം തുടർച്ചയായി മഴ പെയ്തു. ഇപ്പോൾ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുമുണ്ട്. അതിനാൽ തന്നെയുള്ള ജാഗ്രതയും അവിടെയുണ്ട് രതീഷ്.